മുൻ ഷൊർണൂർ എംഎൽഎ KTDC ചെയർമാനുമായിരുന്ന PK ശശിയെ CPM പുറത്താക്കിയിരിക്കുകയാണ്. പുറത്താക്കുന്നതിന് മുമ്പ് പാലക്കാട് നടന്ന വിമത കൺവെൻഷനിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം കേരളം കേട്ടിരിക്കുകയാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം ഡിവൈഎഫ്ഐ നേതാക്കന്മാർ യൂത്ത് സെന്ററിൽ നിന്ന്, അതായത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് കഞ്ചാവ് ഉപയോഗിച്ചതടക്കമുള്ള കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുൻ SFI സംസ്ഥാന സെക്രട്ടറി ആർഷോയെ അദ്ദേഹം വിശേഷിപ്പിച്ചതും നമ്മൾ കേട്ടു. എന്തായാലും PK ശശി പുണ്യാളനാണെന്ന അഭിപ്രായമൊന്നും വ്യക്തിപരമായി എനിക്കില്ല. PK ശശി CPM-നോട് കലഹിച്ച് പുറത്തു വരുമ്പോൾ ആ പാർട്ടിക്കകത്തെ ചില ജീർണതകൾ അദ്ദേഹം വിളിച്ചു പറയുകയാണ്. PK ശശിയുടെ ലക്ഷ്യം എന്താണ്? PK ശശി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ്? വിമത പട പാലക്കാട്ടെ CPM-ന്റെ പൊന്നാപരം കോട്ടകളിൽ അവർക്ക് ഭീഷണിയായി മാറുമോ? വിശദമായി പരിശോധിക്കാം. അതായത് മുൻ ഷൊർണൂർ MLA-യും KTDC ചെയർമാനുമായ PK ശശി പാർട്ടിയുമായി ഏറെ നാളായി അകന്നു കഴിയുകയായിരുന്നു. അദ്ദേഹത്തിനെതിരെ പാർട്ടി ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി നടപടിയെടുത്തു. എന്നാൽ ഒരാഴ്ച മുമ്പ് അദ്ദേഹം KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്കുള്ള യാത്രയുടെ തുടക്കമാണെന്ന മാധ്യമങ്ങൾ അടക്കം വാർത്ത നൽകിയെങ്കിലും ശശി അക്കാര്യം സ്ഥിരീകരിക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇന്നലെ പാലക്കാട് ജില്ലയിലെ CPM വിമതർ നടത്തിയ കൺവെൻഷനിൽ പങ്കെടുക്കുകയും അദ്ദേഹം സംസാരിക്കുകയും ചെയ്തതിന് പിന്നാലെ ശശിയെ പാർട്ടിയിൽ നിന്ന് CPM പുറത്താക്കിയിരിക്കുകയാണ്. ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സ്വാഭാവികമായും പാർട്ടിയെ വെല്ലുവിളിക്കുന്ന ഒരാളെ ഏത് രാഷ്ട്രീയ പാർട്ടിയാലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നത് സ്വാഭാവികമായ ഒരു നടപടിയാണ്. പക്ഷേ അത് നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, PK ശശി ഇന്നലെ പ്രസംഗത്തിനിടെ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി DYFI നേതാവ് അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് പറയുന്നത്, യൂത്ത് സെന്റർ എന്ന് പറയുന്ന DYFI പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് തനിക്ക് ആദ്യമായി വലിക്കാൻ കഞ്ചാവ് ലഭിച്ചെന്നാണ് ഒന്ന് അദ്ദേഹം പറയുന്നത്. അത് ശരിയായിരിക്കാം, അല്ലെങ്കിൽ തെറ്റായിരിക്കാം. ഈ കാര്യത്തിൽ വ്യക്തത വരുത്തുന്നത് പാലക്കാട്ടെ DYFI നേതൃത്വമാണ്. കാരണം ഒരാൾ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നത് സ്വാഭാവികമാണ്. അത് പൊള്ളയ ആരോപണമാണെന്ന് തെളിയിക്കണം. അതോടൊപ്പം തന്നെ SFI മുൻ സംസ്ഥാന സെക്രട്ടറി ആർഷോയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗവും കേട്ടിട്ടുണ്ട്. അതിന് വ്യക്തിപരമായി ആർഷോയാണ് മറുപടി കൊടുക്കുന്നത്. അത് ചർച്ച ചെയ്യേണ്ടത്, അത് ആർഷോയെ വ്യക്തിപരമായി അവഹേളിച്ച ഒരു കാര്യം. അത് രാഷ്ട്രീയപരമായി നമുക്കതിനെ കാണാൻ കഴിയില്ല. പക്ഷേ ശശിയുടെ നേതൃത്വത്തിലുള്ള ആളുകളും ഉയർത്തിയ മുദ്രാവാക്യം പാലക്കാട്ടെ CPM-നെ ക്ഷീണിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് പാലക്കാട് ജില്ല നേരത്തെ VS പക്ഷവും പിണറായി പക്ഷവും തമ്മിലുള്ള ഗ്രൂപ്പ് യുദ്ധം മുറുകിയ സമയത്ത് VS പക്ഷത്തിന് സ്വാധീനമുണ്ടായിരുന്ന NN കൃഷ്ണദാസനെ പോലെയുള്ള മുൻ MP അടക്കം VS പക്ഷത്തിന് നേതൃത്വം നൽകിയ സ്ഥലമായിരുന്നു പാലക്കാട്. പിന്നീട് അവിടെ ഷൊർണൂരിൽ നിന്ന് MR മുരളി പാർട്ടി വിട്ട് പുറത്തേക്ക് പോകുന്നു. പിന്നീട് മുരളി വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നു. ഇങ്ങനെ ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അവിടെ പാലക്കാട് കൊഴിഞ്ഞമ്പാറയിലടക്കം CPM-ന്റെ വിഭാഗ്യത വളരെ രൂക്ഷമാണ്. അവിടെ പാർട്ടിക്കകത്ത് വിമതപ്പട ഉയർത്തുന്ന ആളുകൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് ഏത് രൂപത്തിലായാലും തിരിഞ്ഞുകൊത്താൻ പോകുന്നതെന്ന് നമ്മൾ പരിശോധിക്കണം. നിലവിൽ മണ്ണാർക്കാട് മാത്രമാണ് UDF MLA ഉള്ളത്. പാലക്കാട് ജയിച്ചു വന്ന വ്യക്തിയെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. UDF MLA ഉള്ളത് മണ്ണാർക്കാട്. ഒരു MLA മാത്രമാണ് ഇപ്പോൾ പാലക്കാട് ജില്ലയുള്ളത്. പാലക്കാട് ഇത്തവണ കോൺഗ്രസിന് മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ വരികയും തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തു. പക്ഷേ മറ്റു മണ്ഡലങ്ങളിൽ പട്ടാമ്പി, ഷൊർണൂര്, ചിറ്റൂര്, നെന്മാറ, കോങ്ങാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ, ഒറ്റപ്പാലം പോലെയുള്ള മണ്ഡലങ്ങളിൽ ശശിക്ക് വ്യക്തമായ സ്വാധീനമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒറ്റപ്പാലത്തും ഷൊർണൂരിലുമെല്ലാം അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. മണ്ണാർക്കാട് അത് നമുക്ക് വില കുറച്ച് കാണാൻ കഴിയില്ല. അവിടെ ഈ വിമത ശല്യം CPM-നെ ഏത് തരത്തിലാണ് ബാധിക്കാൻ പോകുന്നത്? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് ഏത് പാർട്ടിയിലായാലും വിമതശല്യം ഉണ്ടായാലും അത് പാർട്ടി വളരെയധികം നെഗറ്റീവായി ബാധിക്കും. അതിപ്പോ കോൺഗ്രസ് അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയിലായാലും ഇടതു മുന്നണിയിലായാലും. നമുക്കറിയാം, ഇതിപ്പോ PK ശശിയുടെ വിഷയം മാത്രമല്ലല്ലോ. ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കുഞ്ഞികൃഷ്ണൻ കാര്യങ്ങൾ പറയുന്നു, കുഞ്ഞികൃഷ്ണന്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു, G സുധാകരൻ ഏറെ നാളായി ഇടഞ്ഞു നിൽക്കുന്നു, ആയിഷ പോറ്റി പാർട്ടി വിടുന്നു. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുമുന്നണിയെ തകർക്കുന്ന രീതിയിൽ തന്നെയാണ് ഇടതുമുന്നണിക്ക് അകത്തുള്ള പടല പിണക്കങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. ഈ പറയുന്ന പാലക്കാട് വ്യക്തമായ സ്വാധീനമുള്ള ആളാണ് ശശി എന്ന് പറയുന്നത്. അപ്പൊ അത് എത്രത്തോളം വോട്ടാക്കി മാറ്റാൻ കഴിയും എന്നൊരു ചോദ്യമുണ്ട്. പിന്നെ എന്താ, പാർട്ടി വിട്ടുപോയപ്പോ വെറുതെ പറഞ്ഞ ആരോപണങ്ങളാണോ, അതിന്റെ വസ്തുത എന്താണ് എന്ന് പറയേണ്ട, പൊതുസമൂഹത്തിന് മുന്നിൽ തെളിയിക്കേണ്ട ബാധ്യത CPM-നുണ്ട്. ആർഷ അടക്കമുള്ള വിഷയത്തിൽ ആർഷ മറുപടി പറയണം. PK ശശിക്ക് തെളിയിക്കേണ്ട ബാധ്യതയുണ്ട്. കാര്യം PK ശശി ജയിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് തെളിയിക്കപ്പെട്ടാൽ അത് PK ശശിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അടിയാണ് ഈ ഒരു സാഹചര്യത്തിൽ. മറിച്ച് PK ശശി പറഞ്ഞത് സത്യമാണെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശശി അത് വാദിച്ചാൽ അതവിടെ CPM-ന് വലിയ തിരിച്ചടി ഉണ്ടാകും. ശശിയുടെ ഈ ഒരു മാറ്റം, അല്ലെങ്കിൽ ശശി ഒരു വിമത സ്ഥാനാർത്ഥിയായി വന്നാൽ, അല്ലെങ്കിൽ പാർട്ടി വിട്ട ഒരു സ്ഥാനാർത്ഥിയായി വരിക, അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്താൽ പോലും അത് പാർട്ടിയെ ക്ഷീണിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. CPM-ന് ഓരോ ദിവസവും അടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്.
തെരഞ്ഞെടുപ്പ് സമയത്ത്, ഇനി തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം പടലപ്പിണക്കങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ CPM-നെ അല്ലെങ്കിൽ ഇടത് സർക്കാരിന്റെ മൂന്നാമതും അധികാരത്തിലേക്ക് എത്തുക എന്നുള്ള മോഹത്തിന് അല്ലെങ്കിൽ മോഹത്തിന് ക്ഷീണം വരുത്തുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. PK ശശി പറയുന്ന കാര്യങ്ങൾ ഇനി എന്തൊക്കെ ആരോപണങ്ങളാണ്, ഇപ്പൊ നമുക്ക് അതിന് ആരോപണം എന്നേ പറയാൻ കഴിയും, സത്യം എന്താണെന്ന് അറിയില്ല. ഇനി എന്തൊക്കെ ആരോപണങ്ങളായിരിക്കും പുറത്തേക്ക് പറയാൻ പോകുന്നത് പൊതുസമൂഹത്തിന് ഇതിലോ? കാര്യം ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആകുമ്പോൾ സർക്കാർ ഭരിക്കുന്ന പാർട്ടിയാണ്, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ സത്യമാണ് എന്ന് തെളിഞ്ഞാൽ ഈ സർക്കാരിന് മേൽ നിലവിലുള്ള വിശ്വാസ്യത കൂടി പൊതുസമൂഹത്തിന് നഷ്ടമാകും. ആ കാര്യങ്ങൾ അല്ലെങ്കിൽ PK ശശി പറഞ്ഞത് തെറ്റാണ്, കള്ളമാണെന്ന് പാർട്ടി തെളിയിക്കണം. അല്ലെങ്കിൽ PK ശശി തെളിവുകൾ സഹിതം കാര്യങ്ങൾ വ്യക്തമായി പറയേണ്ടി വരും. എന്തായാലും CPM-നെ PK ശശി തകർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും പാലക്കാട് ജില്ലയിൽ വിമത ശല്യം കത്തി നിൽക്കുന്ന അല്ലെങ്കിൽ CPM-നെ വിമതർ വെല്ലുവിളിക്കുന്ന കൊഴിഞ്ഞമ്പാറയിലും മണ്ണാർക്കാടും അടക്കം CPM-ന് കനത്ത തിരിച്ചടിയാണ് വരാനിരിക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. PK ശശിയെ പോലെ അദ്ദേഹത്തിന് എന്ത് പറയാൻ, എന്തൊക്കെ ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉയർന്നിട്ടുണ്ടെങ്കിലും താഴെത്തട്ടുള്ള പ്രവർത്തകന്മാരുമായി ആത്മബന്ധമുള്ള നേതാവാണ് ശശി. അത് തന്നെയാണ് അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നു. ഇന്നലെ കൺവെൻഷനിൽ നൂറുകണക്കിന് ആളുകളാണ് പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് പങ്കെടുത്തത്. അതിൽ ചില ആളുകളൊക്കെ പാർട്ടിയിലേക്ക് തിരികെ പോകും, അത് സ്വാഭാവികമായ ഒരു നടപടിക്രമമാണ്. പക്ഷേ ശശി ഉയർത്തിയ രാഷ്ട്രീയ മുദ്രാവാക്യം ഏത് തരത്തിലാണ് പാലക്കാട്ടെ ജനങ്ങൾ സ്വീകരിക്കുന്നത് നമുക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ വ്യക്തമാകൂ. PK ശശിയുടെ തട്ടകമായ ഷൊർണൂരിലും അതോടൊപ്പം തന്നെ ഒറ്റപ്പാലത്തും, മണ്ണാർക്കാട് നിലവിൽ UDF-ന്റെ MLA തന്നെയാണുള്ളത്, ഷൊർണൂരിലും അതോടൊപ്പം ഒറ്റപ്പാലത്തും ഏത് തരത്തിലാണ് ഇത് ബാധിക്കാൻ പോകുന്നത് നമുക്ക് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ശശിക്ക് പുറമെ ആയിഷ പോറ്റി കൊട്ടാരക്കരയിൽ R ബാലകൃഷ്ണപിള്ളയുടെ ഉള്ളം കയ്യിലിട്ട് അദ്ദേഹം കൊണ്ടു നടന്ന മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പിടിച്ചെടുത്ത നേതാവാണ് ആയിഷ പോറ്റി. പിന്നീട് പാർട്ടി വിട്ട് പുറത്തു വന്നപ്പോൾ അവർ കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പറയുന്നു കേൾക്കുന്നു. കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം CPM-ന് സംഘടനാ സംവിധാനം കൃത്യമായി വേരോട്ടമുള്ള മണ്ഡലമാണ്. പക്ഷേ നേരത്തെ UDF-ന്റെ കൈവശമുണ്ടായിരുന്ന മണ്ഡലം ആയിഷ പോറ്റിയുടെ വീണ്ടും തങ്ങളുടെ മണ്ഡലം പിടിച്ചെടുത്ത ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ ആയിഷ പോറ്റിയെ സ്വന്തം പാളയത്തിലെത്തിച്ച് ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അത്തരത്തിൽ ആയിഷ പോറ്റി തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി വരും. അവിടെ നല്ലൊരു മത്സരം ഉണ്ടായി ആയിഷ പോറ്റി ജയിക്കുകയാണെങ്കിൽ അത് CPM-ന് കനത്ത തിരിച്ചടിയായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊരു വിമത പ്രശ്നം നേരിടുന്ന ഒരു മണ്ഡലമാണ് പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവാദം. ധനരാജിന്റെ കുടുംബസഹായ ഫണ്ട്, പാർട്ടിക്ക് വേണ്ടി മരിച്ച RSS-കാരാൽ കൊല്ലപ്പെട്ട ധനരാജിന്റെ കുടുംബത്തിന് വേണ്ടി പിരിച്ച ഫണ്ട് CPM നേതാക്കന്മാർ മുക്കിയെന്ന ഗുരുതരമായ ആരോപണമാണ് കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയത്. ഈ ആരോപണത്തിന് പാർട്ടി ഇന്നുവരെ കൃത്യമായൊരു മറുപടി, പൊതുസമൂഹത്തിന് വിശ്വാസമാകുന്ന ഒരു മറുപടി പറഞ്ഞിട്ടില്ല. അവിടെ CPM സ്ഥാനാർത്ഥിയായി മധുസൂദനൻ, നിലവിലെ MLA TI മധുസൂദനൻ മത്സരിച്ചാൽ വിമത സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞികൃഷ്ണൻ മാത്രമല്ല, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ നഗരസഭയിൽ കോൺഗ്രസിനെതിരെ വിമതനായി മത്സരിച്ച വൈശാഖ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരൻ ഒരുപക്ഷെ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച് ജയിച്ച വൈശാഖ് സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ കുഞ്ഞികൃഷ്ണൻ തന്നെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുണ്ട്. അത് പയ്യന്നൂരിലെ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ പൊന്നാപുരം കോട്ടയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ കോട്ട നഷ്ടപ്പെട്ടുള്ള അവസ്ഥ, ആ കോട്ട നിലവിലെ സാഹചര്യത്തിൽ നഷ്ടപ്പെടില്ല. പക്ഷേ എന്തായാലും വോട്ട് ഭൂരിപക്ഷം വളരെ ഗണ്യമായി കുറയ്ക്കാൻ ഈ വിമത സ്ഥാനാർത്ഥിക്ക് കഴിയും. കാരണം CPM-ന് അത്രത്തോളം സംഘടനാ സംവിധാനം, CPM-ന്റെ സംഘടനാ സംവിധാനത്തിലുപരി എതിർ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഘടനാ സംവിധാനം ഇല്ലാത്തതാണ്. അത്തരത്തിൽ കൃത്യമായ സംഘടനാ സംവിധാനം അവിടെ കോൺഗ്രസിനും UDF-നും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ പയ്യന്നൂരിൽ അട്ടിമറി സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ പാലക്കാട്ടെ സ്ഥിതി അതല്ല. പാലക്കാട് കോൺഗ്രസിന് കൃത്യമായ സംഘടനാ സംവിധാനം എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ ശശി അനുകൂലികൾ കൂടി കോൺഗ്രസിനെ സഹായിച്ചാൽ പല മണ്ഡലങ്ങളും അട്ടിമറി സൃഷ്ടിക്കാൻ കഴിയും. അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഇവിടെ അതോടൊപ്പം തന്നെയാണ് G സുധാകരൻ ഉയർത്തുന്ന വെല്ലുവിളി. അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഏതെങ്കിലും കാരണവശാൽ G സുധാകരൻ സ്വതന്ത്രനായി മത്സരിച്ചാൽ സ്വാഭാവികമായും കോൺഗ്രസ് സുധാകരനെ പിന്തുണയ്ക്കും. അത്തരത്തിൽ ഒരു പിന്തുണ വരികയാണെങ്കിൽ അത് ആലപ്പുഴ ജില്ലയിൽ ആകമാനം CPM-നെ ബാധിക്കും. വിപ്ലവ സ്മരണകൾ തുളുമ്പുന്ന പുന്നപ്രിയുടെയും വയലാറിന്റെയും മണ്ണിൽ നിരവധിയായ CPM നേതാക്കന്മാർ, യശശരീരനായ മുൻ മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ കെട്ടിപ്പടുത്ത VS അച്യുതാനന്ദൻ അടക്കം അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട് ഉൾപ്പെടുന്ന ആലപ്പുഴയുടെ ജില്ലയിൽ G സുധാകരൻ CPM-നെ വെല്ലുവിളിച്ച് സ്വതന്ത്രനായി മത്സരിച്ചാൽ അത് പാർട്ടിക്ക് വലിയ ക്ഷീണമാകും. പാർട്ടി ആലപ്പുഴയിൽ തകർന്നടിയുന്നതിന് ഒരു കാരണമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഇതെല്ലാം തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ട കാര്യമാണ്. രാഷ്ട്രീയമാണ്. 1-1, 2 1-1, 3 4 0 വരെ ആകുന്ന സാഹചര്യമാണ് രാഷ്ട്രീയത്തിൽ. അതുകൊണ്ട് തന്നെ വിശദമായി വിപുലമായ ചർച്ചകൾ പലരുമായും കോൺഗ്രസ് നേതൃത്വം നടത്തുന്നുണ്ട്. ഈ ചർച്ചകളുടെ
പരിണിത ഫലം എന്താകുമൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. വിമതശല്യം CPM-ന് ഈ തെരഞ്ഞെടുപ്പിൽ തിരികെ കൊത്തുകയാണെങ്കിൽ അത് CPM രാഷ്ട്രീയത്തിന്റെ, CPM-ന്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിന്റെ ഏറ്റവും വലിയ പിടിപ്പുകേടായി അണികൾ മുദ്രകുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല.